ഹായ് ഓൾ 30 ഡേയ്സ് വീഡിയോ സീരീസിൻ്റെ അടുത്ത സെഷനിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ആണ് ഇന്നത്തെ സെഷനിൽ നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ബ്രിക്ക് ആൻഡ് ബ്രിക്ക് മേസൺറി ക്വസ്റ്റ്യൻസ് ആണ് നോക്കുന്നത്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇത്രയും ടോപ്പിക്സ് ആയിരുന്നു നമ്മൾ കവർ ചെയ്തിട്ടുണ്ടായിരുന്നത്. മുമ്പത്തെ ക്ലാസ്സുകളിൽ ഇത്രയും ടോപ്പിക്സ് കവർ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോസ് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് കണ്ടുപോവുക, എന്നിട്ട് വേണം ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഈസി ആവും, പോർഷൻസും കവർ ആവും. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, lime is mixed with the brick too. Options: prevent shrinkage, increase strength, impart plasticity, increase durability. നമുക്കറിയാം ലൈമ് എന്താ, ലൈമ് ഈ ഓപ്ഷൻസിൽ നിന്ന് നമുക്ക് കറക്റ്റായിട്ട് ഓപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഏതാണ്? ലൈമ് ബ്രിക്കുമായിട്ട് മിക്സ് ചെയ്യുമ്പം, ബ്രിക്ക് എർത്തുമായിട്ട് മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഷ്രിങ്കേജ് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. ഇതൊരു PYQ ക്വസ്റ്റ്യൻ കൂടിയാണ്. അപ്പോൾ പ്രിവെൻറ്റ് ഷ്രിങ്കേജ് ആണ് ആൻസറായിട്ട് വരുന്നത്. നെക്സ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ, എ ബ്രിക്ക് മോൾഡഡ് വിത്ത് എ ഡബിൾ ബുൾനോസ് ഓൺ എൻ ഈസ് കോൾഡ്. ഓപ്ഷൻസ്: ബുൾനോസ് ബ്രിക്ക്, ചാനൽ ബ്രിക്ക്, കോപ്പിംഗ് ബ്രിക്ക്, കൗനോസ് ബ്രിക്ക്. അപ്പോൾ ബുൾനോസ് ബ്രിക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാം എന്താ, 1 എൻഡ് കർവ്ഡ് ആയിട്ടുള്ളതാണ് ബുൾനോസ്. ഇതിൽ ഡബിൾ ബുൾനോസ് എന്ന് പറയുമ്പോൾ 2 എൻഡ് കർവ്ഡ് ആയിട്ടുള്ള ബ്രിക്കാണ് പറയുന്നത്. അപ്പം എന്താണ് ഓപ്ഷൻസിൽ നിന്ന് വരുന്നത്? കൗനോസ് ബ്രിക്കാണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ ഡി, കൗനോസ് ബ്രിക്കാണ് ആൻസർ. നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ, എ ഗുഡ് ബ്രിക്ക് എർത്ത് കണ്ടെയ്ൻസ് 20 to 30% ഓഫ്. ഓപ്ഷൻസ്: ലൈം, അലൂമിന, സിലിക്ക, മഗ്നീഷ്യ. ഞാൻ പറഞ്ഞിരുന്നു എത്ര പെർസെൻറ്റേജ് ആണ് കണ്ടന്റ് ഉള്ളതെന്ന് വെച്ചിട്ട് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പോൾ 20 to 30% ഏതാണ് വരുന്നത്? അലൂമിനയാണ് ആൻസർ ആയിട്ട് വരുന്നത്. 50 to 60% ആണെങ്കിൽ സിലിക്ക. അപ്പം അലൂമിന എന്ന് പറയുന്നത് എന്താണ്? ഒരു മെയിൻ ഇൻഗ്രീഡിയൻറ്റ് കൂടിയാണ് അല്ലേ? ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് നോക്കാം. Bricks containing relatively large proportion of soluble salts are liable to become discolored by formation of a white deposit known as. Options: chaff, efflorescence, bloating, underburning. അപ്പം നമുക്കറിയാം, നമ്മൾ പഠിച്ചിരുന്നു എന്താ, എക്സ്പോസ്ഡ് സർഫസിൽ ഒരു വൈറ്റ് പാച്ചസ് ഉണ്ടാവുന്ന ആ ഒരു പ്രോസസ്സിനെ പറയുന്നത് എഫ്ലോറസൻസ് ആണ് അല്ലേ? അതെന്ന് വെച്ചാൽ എന്താ, സോലുബിൾ സാൾട്ടിൻ്റെ പ്രസൻസ് ആണ്. അപ്പോൾ ഓപ്ഷൻസിൽ നിന്ന് ആൻസർ വരുന്നത് എന്താണ്? എഫ്ലോറസൻസ് ആണ് ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ, എക്സസ് സിലിക്ക മേക്സ് ദ ബ്രിക്ക്. ഓപ്ഷൻസ്: ഹാർഡ്നസ്, ടഫ്നെസ്, ബ്രിട്ടിൽ, ഡക്റ്റിലിറ്റി. സിലിക്ക എക്സസ് ആകുമ്പോൾ എന്ത് പറ്റും? കൊഹഷൻ ലോസ് ഉണ്ടാവും. അങ്ങനെ എന്താണ്, നമ്മുടെ ബ്രിക്ക് എന്ന് പറയുന്നത് ബ്രിട്ടിലായിട്ട് മാറും. അപ്പോൾ ഓപ്ഷൻ സി, ബ്രിട്ടിലാണ് ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോൾ എക്സസ് ആയാൽ എന്താ, കണ്ടന്റ് കുറഞ്ഞാൽ എന്താ, അങ്ങനെ എന്തൊക്കെ. അപ്പോൾ ഇൻഗ്രീഡിയൻസിനെ പറ്റിയുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം. എല്ലാം ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. ദ ബോർഡ് യൂസ്ഡ് ഫോർ പ്രൊവൈഡിങ് ഫ്രോഗ് ഇൻ ബ്രിക്സ്. ഓപ്ഷൻസ്: പാലറ്റ് ബോർഡ്, ലാമിൻ ബോർഡ്, ഫയർ ബോർഡ്, സ്റ്റോക്ക് ബോർഡ്. എന്താ, ഫ്രോഗ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന ബോർഡിൻ്റെ പേരെന്താണ്? ഫ്രോഗ് എന്ന് വെച്ചാൽ നമ്മൾ അപ്പർ സർഫസിൽ കൊടുക്കുന്ന ഒരു ഇംപ്രഷനാണ്. ആക്ട് ആസ് എ കീ ഫോർ മോട്ടാർ. അപ്പോൾ എന്താണ്, സ്റ്റോക്ക് ബോർഡാണ് ആൻസർ ആയിട്ട് വരുന്നത്. സ്റ്റോക്ക് ബോർഡാണ് ഫ്രോഗ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ബോർഡ്. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് എന്ന് പറയുന്നത്, ദ ഇൻഗ്രീഡിയൻറ്റ് ഓഫ് ദ ബ്രിക്ക് എർത്ത് വിച്ച് എനേബിൾ ദ ബ്രിക്ക് ടു റീറ്റെയിൻ ഷേപ്പ് റിട്ടേൺ ചെയ്യാൻ. അപ്പോൾ ഓപ്ഷൻസ് കൂടെ നോക്കാം. അലൂമിന, സിലിക്ക, അയൺ ഓക്സൈഡ്, മഗ്നീഷ്യ. നമുക്കറിയാം ഷേപ്പ് റിട്ടേൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻ്റ് ഏതാണ്? സിലിക്കയാണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ ബി, സിലിക്ക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ പ്രോസസ് ഓഫ് ഗ്രൈൻഡിങ് ക്ലേ വിത്ത് വാട്ടർ ആൻഡ് മിക്സിംഗ് ഇറ്റ് പ്ലാസ്റ്റിക് ഈസ് നോൺ ആസ്. ഓപ്ഷൻസ്: ബ്ലെൻഡിങ്, വെതറിംഗ്, പഗ്ഗിങ്, അൺസോയിലിംഗ്. മിക്സ് വിത്ത് വാട്ടർ നമ്മൾ പഠിച്ചപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിരുന്നു. മിക്സിങ് ഓഫ് വാട്ടർ ആണ്. അപ്പോൾ എന്ത്, 2 രീതിയിലുണ്ട്. ടെമ്പറിങ് തന്നെ 2 രീതിയിലുണ്ട്. പഗ്ഗിങ്ങും ഉണ്ട്, എന്താ, നീഡിങ്ങും ഉണ്ട്. അപ്പോൾ ഇതിൽ ഓപ്ഷൻസിൽ നമുക്ക് കറക്റ്റായിട്ട് ചൂസ് ചെയ്യാൻ പറ്റുന്നത് എന്താണ്? പഗ്ഗിങ് ആണ് ആൻസർ ആയിട്ട് വരുന്നത്. സോ ഓപ്ഷൻ സി, പഗ്ഗിങ്. നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ വയർ കട്ട് ബ്രിക്സ് ആർ മെയ്ഡ് ഇൻ. ഓപ്ഷൻസ്: പ്ലാസ്റ്റിക് ക്ലേ മെഷീൻ, ഡ്രൈ ക്ലേ മെഷീൻ, സ്റ്റീൽ മോൾഡ്, വുഡൻ മോൾഡ്. അപ്പോൾ അറിയാം പ്ലാസ്റ്റിക് ക്ലേ മെഷീനാണ് ആൻസർ ആയിട്ട് വരുന്നത്. വയർ കട്ട് ബ്രിക്സ് വരുമ്പോൾ പ്ലാസ്റ്റിക് ക്ലേ മെഷീനും, മറ്റെന്താ, പ്രസ്ഡ് ബ്രിക്സ് വരുമ്പോൾ ഡ്രൈ ക്ലേ മെഷീനുമാണ് വരുന്നത്. അപ്പോൾ ഓപ്ഷൻ എ ആണ് ആൻസർ. ക്ലിയർ ആണല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ ബ്രിക്ക് വിച്ച് ഈസ് ഹാഫ് ആസ് വൈഡ് ആസ് എ ഫുൾ ബ്രിക്ക് ഈസ് കോൾഡ്. എന്താ, ഓപ്ഷൻസ് കൂടെ നോക്കാം. കിങ് ഗ്ലോസർ, ക്വീൻ ഗ്ലോസർ, ബിവൽഡ് ഗ്ലോസർ, മിട്രർ ഗ്ലോസർ. എളുപ്പമായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണല്ലേ? പക്ഷേ ക്ലോസേഴ്സ് നിങ്ങൾ അറിഞ്ഞിരിക്കുക. എങ്കിൽ ക്ലിയർ ആയിട്ട് അറിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഹാഫ് വിഡ്ത്തും ഫുൾ ലെങ്തും ആയിട്ട് വരുന്നത് അതെന്താ? ഓപ്ഷൻ ബി,
ട്വീൻ ക്ലോസർ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വെർട്ടിക്കൽ ജോയിൻറ്റ് സെപ്പറേറ്റിംഗ് ദ ബ്രിക്സ് ബൈ മോട്ടാർ ഈസ്. ഓപ്ഷൻസ് നോക്കാം. എ പെർപെൻസ്, അറൈസസ്, ലാബ്, ക്ലോസർ. വെർട്ടിക്കൽ ജോയിൻസ്, ബ്രിക്ക് തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്ന വെർട്ടിക്കൽ ജോയിൻസിനെ നമ്മൾ പറയുന്നത് എന്താണ്? പെർപെൻസ് എന്നാണ് പറയുന്നത്. അപ്പോൾ ആൻസർ എന്താണ്? ഓപ്ഷൻ എ, പെർപെൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ പ്രോസസ് ഓഫ് സ്ലോപ്പിംഗ് ദ അൺഫിനിഷ്ഡ് എൻഡ് ഓഫ് ദ ബോൺ ഇൻ സ്റ്റെപ്പ്ഡ് ഫാഷൻ. ഓപ്ഷൻസ് ടൂത്തിങ്, ത്രോട്ടിങ്, റേക്കിംഗ് ബാക്ക്, വെതറിങ്. സ്റ്റെപ്പ്ഡ് ഫാഷൻ ആണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. സ്റ്റെപ്പ്ഡ് ഫാഷൻ എന്ന് പറയുമ്പം എന്താണ് ആൻസർ ആയിട്ട് വരുന്നത്? റാക്കിംഗ് ബാക്ക് ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ടൂത്തിങ് എന്ന് പറയുമ്പോൾ എന്താണ്? ഓൾട്ടർനേറ്റീവ് പ്രൊജക്ഷൻസ് കൊടുത്തായിരിക്കും ഫിനിഷ് ചെയ്യുന്നത്. അതിന് പറയുന്നതാണ് ടൂത്തിങ്. ഓക്കെ ആണല്ലോ, ക്ലിയർ ആണല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഇൻ ബ്രിക്ക് മേസൺറി ദ ഫ്രോഗ് ഓഫ് ദ ബ്രിക്ക് ഇസ് ജനറലി കെപ്റ്റ് ഓൺ. ഈസി ക്വസ്റ്റ്യൻ ആണ് അല്ലേ. ഓപ്ഷൻ എ ടോപ്പ് ഫേസ്, ബോട്ടം ഫേസ്, എക്സ്പോസ്ഡ് ഫേസ്, ഇന്റീരിയർ ഫേസ്. ഏതാ? ടോപ്പ് ഫേസിലായിരിക്കും നമ്മൾ എന്ത് കൊടുക്കുന്നത്? ഫ്രോഗ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഓപ്ഷൻ എ ആണ് ആൻസർ. നെക്സ്റ്റ്, headers and stretchers are alternately arranged in the same course. Options English bone, Flemish bone, ഇംഗ്ലീഷ് ക്രോസ് ബോൺ, ഡച്ച് ബോൺ. അപ്പം ഓൾട്ടർനേറ്റീവായിട്ട് സെയിം കോഴ്സിൽ തന്നെ അറേഞ്ച് ചെയ്യുന്നതിന് നമ്മൾ എന്താണ് പറയുന്നത്? ഫ്ലെമിഷ് ബോണ്ട് എന്നാണ് പറയുന്നത് അല്ലേ. ഓൾട്ടർനേറ്റീവ് കോഴ്സസിലാണ് കൊടുക്കുന്നതെങ്കിൽ എന്താണ് പറയുന്നത്? ഇംഗ്ലീഷ് ബോണ്ട് എന്നും പറയും. അപ്പോൾ ആൻസർ എന്താണ്? ഫ്ലെമിഷ് ബോണ്ടാണ് ആൻസർ. നെക്സ്റ്റ്, ആൻ എക്സാമ്പിൾ ഓഫ് റേക്കിംഗ് ബോണ്ട്. റേക്കിംഗ് ബോണ്ട് എന്ന് പറയുമ്പം ഓപ്ഷൻസ് കൂടെ നോക്കാം. ഡയഗണൽ ബോൺ, ഇംഗ്ലീഷ് ബോൺ, ഫ്ലെമിഷ് ബോൺ, ഡച്ച് ബോൺ. നമുക്ക് റേക്കിംഗ് ബോണ്ട് തന്നെ 3 ടൈപ്പ് ഉണ്ട്. ഏതൊക്കെയാണ്? ഡയഗണൽ ബോണ്ട്, ഹെറിംഗ് ബോൺ ബോണ്ട്, സിക്സാഗ് ബോണ്ട്. അപ്പം ഇതിൽ നിന്ന് ആൻസർ ആയിട്ട് വരുന്നത് എന്താണ്? ഡയഗണൽ ബോണ്ടാണ് ആൻസർ ആയിട്ട് വരുന്നത്. ക്ലിയർ ആണല്ലോ. അപ്പം നിങ്ങൾ ടൈപ്സ് ഒക്കെ വരുമ്പോൾ അതിൻ്റെ സബ് ഡിവിഷൻസ് ഉണ്ടെങ്കിൽ അതും കൂടെ ക്ലിയർ ആയിട്ട് അതിൻ്റെ പേരെല്ലാം ഓർത്ത് വെച്ച് തന്നെ പഠിച്ചിരിക്കുക. നെക്സ്റ്റ്, ദ സ്റ്റാൻഡേർഡ് സൈസ് ഓഫ് മേസൺറി ബ്രിക്കീസ്. ഓപ്ഷൻസ് നോക്കാം. അപ്പം നമുക്ക് സ്റ്റാൻഡേർഡ് സൈസാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ കണ്ടില്ലേ, ഓപ്ഷൻസിൽ തന്നെ ഒരേ ആൻസർ തന്നെ വന്നിരിക്കുന്ന വ്യത്യാസം എന്താണ്? യൂണിറ്റിലാണ് വ്യത്യാസം കൊടുത്തിരിക്കുന്നത്. അപ്പോൾ പഠിക്കുമ്പോൾ എന്താണ്? യൂണിറ്റ് ക്ലിയർ ആയിട്ട് തന്നെ പഠിക്കുക. യൂണിറ്റ്സിനാണ് ഇമ്പോർട്ടൻസ് കൂടുതൽ. വാല്യൂസ് നമ്മൾ ഒരു പക്ഷേ അന്നേരം ഓർത്തെടുക്കും, പക്ഷേ എന്താണ്? യൂണിറ്റ്സ് ആയിരിക്കും നമ്മൾ മിസ്സായി പോകുന്നത്. അപ്പം ഇതിൽ നിന്ന് ഓപ്ഷൻ വരുന്നത് എന്താണ്? 19/9/9 സെൻറ്റിമീറ്റർ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ക്ലിയർ ആണല്ലോ. നെക്സ്റ്റ് നോക്കാം. 9/9 centimeter side of the brick as seen in the wall face is generally known as. Options stretcher, face, front, header. 9/9 face ആണ് വരുന്നത് അല്ലേ. ഇതിനെ നമ്മൾ പറയുന്ന പേരെന്താണ്? ഹെഡർ എന്നാണ് പറയുന്നത്. അപ്പം ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ഓപ്ഷൻ ഡി, ഹെഡർ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഹോളോ ബ്രിക്സ് ആർ യൂസ്ഡ് ഫോർ. ഓപ്ഷൻസ് ഇൻക്രീസ് ദ ബെയറിംഗ് ഏരിയ, റെസിസ്റ്റൻസ് അഗെയിൻസ്റ്റ് ഹീറ്റ് ഫ്ലോ, എർത്ത് ക്വേക്ക് പ്രൂഫ് ബിൽഡിംഗ്, ഓർണമെന്റൽ ഡിസൈൻ. ഇത്രയാണ് വരുന്നത്. ഹോളോ ബ്രിക്സ് നമുക്കറിയാം. ഹോളോ ബ്രിക്സിന്റെ യൂസ് കൊണ്ട് എന്താണ് വരുന്നത്? നമുക്ക് റെസിസ്റ്റൻസ് അഗെയിൻസ്റ്റ് ഹീറ്റ് ഫ്ലോ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോൾ ഓപ്ഷൻ ബി ആണ് ആൻസർ. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് എന്ന് പറയാം, ഫോർ 1 cubic ഓഫ് ബ്രിക്ക് മേസൺറി ദ നമ്പർ ഓഫ് ബ്രിക്സ് റിക്വയർഡ് ആർ. കൊടുത്തിട്ടുണ്ട് 400, 500, 550, 450. നമുക്കറിയാം ഇത് കോമൺ ആയിട്ട് റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് അല്ലേ. 1 ക്യൂബിക്കിന് എത്ര ബ്രിക്സ് ആണ് വേണ്ടുന്നത്? 500 ബ്രിക്സ് ആണ് വേണ്ടുന്നത്. അപ്പം ഓപ്ഷൻ ബി ആണ് ആൻസർ. ഈസി ക്വസ്റ്റ്യൻ ആണ്, പക്ഷേ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ കൂടിയാണ്, പഠിച്ചിരിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ എ സിംഗിൾ ഡേ ദ മാക്സിമം ഹൈറ്റ് ഓഫ് മേസൺറി ടു ബി റൈസ്ഡ് ഷുഡ് നോട്ട് ബി മോർ ദാൻ 0.5 മീറ്റർ, 1 മീറ്റർ, 1.5 മീറ്റർ, 2 മീറ്റർ. ഇതും ഒരു റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്, എപ്പോഴും ചോദിക്കാറുണ്ട്. വാല്യൂസ് വരുന്ന 1.5 ആൻസർ ആയിട്ട് വരുന്ന കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട് അല്ലേ. അപ്പം നിങ്ങൾ അങ്ങനെയൊക്കെ കണക്ട് ചെയ്ത് പഠിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് 1.5 മീറ്റർ ആണ്. ഓക്കെ, പഠിച്ചു വെച്ചിരിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ എ ബ്രിക്ക് വാൾ ഹെഡർ കോഴ്സ് ആൻഡ് സ്ട്രെച്ചർ കോഴ്സ് ആർ യൂസ്ഡ് ഓൾട്ടർനേറ്റ്ലി. ഇറ്റ് ഈസ് കോൾഡ് ഫ്ലെമിഷ് ബോൺ, ഇംഗ്ലീഷ് ബോൺ, ഡച്ച് ബോൺ, ഡബിൾ ഫ്ലെമിഷ് ബോൺ. നമ്മൾ മുമ്പേ പറഞ്ഞിരുന്നതാണ് അല്ലേ. ഓൾട്ടർനേറ്റീവ് കോഴ്സിലാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അതിനെന്ത് പറയും? നമ്മൾ ഇംഗ്ലീഷ് ബോണ്ട് എന്നാണ് പറയുന്നത്. സെയിം കോഴ്സിൽ തന്നെ ആണെങ്കിൽ അത് ഫ്ലെമിഷ് ബോണ്ട്. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റിഫ്രാക്ടറി ബ്രിക്സ് റെസിസ്റ്റ്. ഓപ്ഷൻസ് ഹൈ ടെമ്പറേച്ചർ, കെമിക്കൽ ആക്ഷൻ, ഡാംനെസ്, ഓൾ ഓഫ് ദി അബോവ്. അപ്പോൾ റിഫ്രാക്ടറി ബ്രിക്സ് എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ വിത്ത്സ്റ്റാൻഡ് ചെയ്യാനും കെമിക്കൽ ആക്ഷൻ ആയാലും ഡാംനെസ്സിനായാലും എല്ലാം റെസിസ്റ്റ് ചെയ്യും. അപ്പോൾ ആൻസർ എന്താണ് വരുന്നത്? ഓൾ ഓഫ് ദി അബോവ് ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ മെൽറ്റിംഗ് പോയിന്റ് ഓഫ് സിലിക്ക ഈസ്. ഓപ്ഷൻസ് 1570 ഡിഗ്രി സെൽഷ്യസ്, 1630 ഡിഗ്രി സെൽഷ്യസ്, 1730 ഡിഗ്രി സെൽഷ്യസ്,
1850 ഡിഗ്രി സെൽഷ്യസ്. അപ്പോൾ നമുക്കിത് ക്ലിയർ ആയിട്ട് അറിയാം. ഇത് നമ്മൾ കുറേ വട്ടം റിപ്പീറ്റഡ് ആയിട്ട് പഠിച്ച് വന്നതാണ് അല്ലേ. പക്ഷേ എങ്കിലും ചില സമയത്ത് നിങ്ങൾ മറന്നു പോകും. കാരണം എന്താ, നമ്മൾ കുറേ വാല്യൂസ് പഠിക്കുന്നുണ്ട്. അപ്പം സിലിക്കയുടെ മെൽറ്റിംഗ് പോയിന്റ് എന്ന് പറയുന്നത് 1730 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഓർത്ത് വെച്ചിരിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഓവർഗ്രൗണ്ട് കണ്ടിന്യൂസ് സ്കിൻ ഈസ് കോൾഡ്. ഓപ്ഷൻസ് ഹോഫ്മാൻ കിൻ, ബുൾസ്റ്റ്രഞ്ച് കിൻ, ടണൽ കിൻ, നോൺ. അപ്പോൾ എന്താ, ഓവർഗ്രൗണ്ട് കണ്ടിന്യൂസ്. ഇതിൽ ഓപ്ഷൻസിൽ നിന്ന് നമുക്ക് പിക്ക് ചെയ്യാൻ പറ്റുന്ന ഏതാ, ഹോഫ്മാൻ കിൻ ആണ്. ഓവർഗ്രൗണ്ട് കണ്ടിന്യൂസ് സ്കിൻ എന്ന് പറയുന്നത് ഹോഫ്മാൻ കിൻ ആണ്. ബുൾസ്റ്റ്രഞ്ച് കിൻ എന്ന് പറയുമ്പോൾ എന്താണ്, ഹാഫ്ലി ഓവർഗ്രൗണ്ടും ഹാഫ്ലി അണ്ടർഗ്രൗണ്ടും ആയിരിക്കും. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ, സ്വെല്ലിംഗ് ഓഫ് ബ്രിക്ക് ഈസ് നോൺ ആസ്. ഓപ്ഷൻസ് ബ്ലോട്ടിങ്, ചാഫ്സ്, എഫ്ലോറസൻസ്, ലാമിനേഷൻ. സ്വെല്ലിംഗ് ഓഫ് ബ്രിക്കിനെ നമ്മൾ പറയുന്നത് ബ്ലോട്ടിംഗ് എന്നാണ് പറയുന്നത്. ഓക്കെ ആണല്ലോ. സ്വെല്ലിംഗ് ഓഫ് ബ്രിക്കിനെ ബ്ലോട്ടിംഗ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഓപ്ഷൻ എ ബ്ലോട്ടിംഗ് ആണ് ആൻസർ ആയിട്ട് വരുന്നത്. സോ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. സോ എക്സാംസ് വരുന്നുണ്ട്. ഇനിയിപ്പോൾ നോട്ടിഫിക്കേഷൻ വരാൻ പോകുന്ന ഏതാണ്, PWD ബാർ ഇറിഗേഷൻ്റെ ഓവർസിയർ ഗ്രേഡ് 2 ഉടൻ തന്നെ നോട്ടിഫിക്കേഷൻ വരും. അപ്പം ഇനി താമസിക്കാൻ സമയമില്ല. നിങ്ങൾ പഠിച്ചോളുക. ക്വസ്റ്റ്യൻസ് മാക്സിമം വർക്കൗട്ട് ചെയ്യുക, റിവിഷൻ ചെയ്യുക, പഠിക്കുക. ഓക്കെ, എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.